വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സാമുവേലിന്റെ 1-ാം പുസ്തകം 5-ാം അധ്യായം. ഫിലിസ്ത്യക്കാർ ദൈവത്തിന്റെ പേടകം പിടിച്ചെടുത്ത് എബ്നേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയി. ഫിലിസ്ത്യക്കാർ ദൈവത്തിന്റെ പേടകം എടുത്ത് അത് ദാഗോന്റെ ആലയത്തിലേക്ക് എത്തിച്ചു. പിന്നെ അവർ അത് ദാഗോന്റെ സമീപത്ത് സ്ഥാപിച്ചു. അഷ്ദോദുകാർ അടുത്ത ദിവസം പ്രഭാതത്തിൽ നേരത്തെ ഉണർന്നപ്പോൾ ഇതാ ദാഗോൻ കർത്താവിന്റെ പേടകത്തിനു മുമ്പിൽ മുഖം കുത്തി നിലത്ത് മറിഞ്ഞു കിടക്കുന്നു. അവർ ദാഗോനെ എടുത്ത് യഥാസ്ഥാനത്ത് പുനഃസ്ഥാപിച്ചു. പിറ്റേന്നും അവർ നേരത്തെ ഉണർന്നപ്പോൾ ഇതാ ദാഗോൻ കർത്താവിന്റെ പേടകത്തിനു മുമ്പിൽ മുഖം കുത്തി മറിഞ്ഞു കിടക്കുന്നു. ദാഗോന്റെ തലയും 2 കൈപ്പത്തികളും മറ്റ് ഉമ്മറപ്പടിയിലായിരുന്നു. ദാഗോന്റെ ബാക്കി ഭാഗം മാത്രം അവശേഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വരെയും ദാഗോന്റെ പുരോഹിതന്മാരും ദാഗോന്റെ ആലയത്തിൽ പ്രവേശിക്കുന്ന ആരും അഷ്ദോദിലുള്ള ദാഗോന്റെ ഉമ്മറപ്പടിയിൽ ചവിട്ടാത്തത്. കർത്താവിന്റെ കരം അഷ്ദോദുകാർക്കെതിരെ പ്രബലമായി. അവിടുന്ന് അവരെ വിസ്മയിപ്പിച്ചു. അവിടുന്ന് അവരെ അഷ്ദോദിനെയും അതിന്റെ ഭൂവിഭാഗങ്ങളെയും കുരുക്കൾ കൊണ്ട് പ്രഹരിച്ചു. അങ്ങനെ സംഭവിച്ചത് കണ്ട് അഷ്ദോദുകാർ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മോട് തിരിക്കേണ്ട. എന്തെന്നാൽ അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോന്റെയും മേൽ കഠിനമായിരിക്കുന്നു. അവർ ആളയച്ച് ഫിലിസ്ത്യ പ്രഭുക്കന്മാരെയെല്ലാം തങ്ങളുടെ അടുത്ത് വിളിച്ചുകൂട്ടി ചോദിച്ചു, ഇസ്രായേൽക്കാരുടെ ദൈവത്തിന്റെ പേടകത്തോട് നാം എന്താണ് ചെയ്യേണ്ടത്? ഇസ്രായേൽക്കാരുടെ ദൈവത്തിന്റെ പേടകം ഗത്തിനെ വലം വെക്കട്ടെ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവർ ഇസ്രായേൽക്കാരുടെ ദൈവത്തിന്റെ പേടകം വലം ചുറ്റാനിടയാക്കി. അവർ അത് വലം ചുറ്റാനിടയാക്കിയ ശേഷം കർത്താവിന്റെ കരം ആ പട്ടണത്തിൽ വളരെ വലിയ വിഭ്രാന്തി ഉളവാക്കി. വലിപ്പ ചെറുപ്പമെന്നെ നഗരത്തിലെ പൗരന്മാരെ അവിടുന്ന് പ്രഹരിച്ചു. അവരുടെ ഇടയിൽ കുരുക്കൾ വ്യാപിച്ചു. പിന്നെ അവർ ദൈവത്തിന്റെ പേടകം എക്രോണിലേക്ക് അയച്ചു. ദൈവത്തിന്റെ പേടകം എക്രോണിലെത്തിയപ്പോൾ എക്രോൺകാർ ഇപ്രകാരം മുറവിളി കൂട്ടി, ഞങ്ങളെയും ഞങ്ങളുടെ ജനത്തെയും നശിപ്പിക്കാനാണ് അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഇസ്രായേൽക്കാരുടെ ദൈവത്തിന്റെ പേടകം വലം ചുറ്റിച്ചിരിക്കുന്നത്. അവർ ആളയച്ച് ഫിലിസ്ത്യ പ്രഭുക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി, ഇസ്രായേൽക്കാരുടെ ദൈവത്തിന്റെ പേടകം നിങ്ങൾ വിട്ടുകൊടുക്കുവിൻ. അത് ഞങ്ങളെയും ഞങ്ങളുടെ ജനത്തെയും നിഹനിക്കാതിരിക്കാൻ അതിന്റെ സ്ഥാനത്തേക്ക് തിരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. എന്തെന്നാൽ നഗരത്തിലാകെ മരണവിഭ്രാന്തിയായിരുന്നു. ദൈവകരം അവിടെ അതിപ്രബലമായിരുന്നു. മരിക്കാത്തവർ കുരുക്കളാൽ പ്രഹരിക്കപ്പെട്ടു. നഗരത്തിന്റെ നിലവിളി ആകാശത്തിലേക്ക് ഉയർന്നു. സാമുവേലിന്റെ 1-ാം പുസ്തകം 6-ാം അധ്യായം. കർത്താവിന്റെ പേടകം 7 മാസം ഫിലിസ്ത്യക്കാരുടെ പ്രദേശത്തായിരുന്നു. ഫിലിസ്ത്യക്കാർ പുരോഹിതന്മാരെയും ജോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു, കർത്താവിന്റെ പേടകത്തോട് നാം എന്തു ചെയ്യണം? അതിന്റെ സ്ഥാനത്തേക്ക് നമ്മൾ അത് തിരിച്ചയക്കുന്നത് ഏതു വിധമെന്ന് നിങ്ങൾ ഞങ്ങളെ അറിയിക്കുവിൻ. അവർ പറഞ്ഞു, ഇസ്രായേൽക്കാരുടെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുന്ന നിങ്ങൾ അത് വെറുതെ അയക്കരുത്. പ്രത്യുത അതിന് നിങ്ങൾ ഒരു പ്രായശ്ചിത്ത വസ്തുവും നിശ്ചയമായും തിരിച്ചേൽപ്പിക്കണം. അപ്പോൾ നിങ്ങൾ സൗഖ്യമാക്കപ്പെടും. അവിടുത്തെ കരം നിങ്ങളിൽ നിന്ന് പിൻവലിയാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ ഫിലിസ്ത്യക്കാർ ചോദിച്ചു, എന്താണ് ഞങ്ങൾ അതിന് തിരിച്ചേൽപ്പിക്കേണ്ട പ്രായശ്ചിത്ത വസ്തു? അവർ പറഞ്ഞു, ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ സംഖ്യ അനുസരിച്ച് സ്വർണത്തിന്റെ 5 കുരുക്കളും സ്വർണത്തിന്റെ 5 എലികളുമാകട്ടെ. കാരണം നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധ തന്നെയാണല്ലോ ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുരുക്കളുടെ സാദൃശ്യവും നാട് നശിപ്പിച്ച എലികളുടെ സാദൃശ്യവും ഉണ്ടാക്കി ഇസ്രായേൽക്കാരുടെ ദൈവത്തിന് മഹത്വമേകുവിൻ. ഒരുപക്ഷെ അവിടുന്ന് നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിന്റെയും മേൽ നിന്ന് അവിടുത്തെ കരം പിൻവലിച്ചേക്കാം. ഈജിപ്തുകാരും ഫറവോയും തങ്ങളുടെ ഹൃദയം കഠിനമാക്കിയതുപോലെ നിങ്ങൾ എന്തിന് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കുന്നു? അവിടുന്ന് അവരെ പരിഹസിച്ചതനുസരിച്ചല്ലേ അവരെ അവർ പറഞ്ഞയച്ചതും അവർ യാത്രയായതും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ബന്ധപ്പെട്ട് ഒരു പുതിയ വണ്ടിയും നുകം കയറിയിട്ടില്ലാത്ത 2 കറവ പശുക്കളെയും തയ്യാറാക്കിയെടുക്കുവിൻ. എന്നിട്ട് വണ്ടിയിൽ പശുക്കളെ കെട്ടുവിൻ. അവയുടെ കിടാങ്ങളെ അവയുടെ പിന്നിൽ നിന്ന് കൂട്ടിലേക്ക് തെളിക്കുവിൻ.
കർത്താവിന്റെ പേടകമെടുത്ത് വണ്ടിയിൽ വയ്ക്കുവിൻ. അവിടുത്തേക്ക് പ്രാശ്ചിത്ത വസ്തുവായി നിങ്ങൾ മടക്കി നൽകുന്ന സ്വർണ്ണ ഉരുപ്പിടികൾ ഒരു പെട്ടിക്കുള്ളിലാക്കി അതിന്റെ ഒരു വശത്ത് വെക്കുവിൻ. എന്നിട്ട് അതിനെ നിങ്ങൾ അയക്കുവിൻ. അത് പോകട്ടെ. നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുവിൻ. അവിടുത്തെ അതിർത്തിയായ ബത്ഷെമെശ് വഴിക്കാണ് അത് കയറുന്നതെങ്കിൽ അവിടുന്ന് തന്നെയാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തിയത്. അങ്ങനെയല്ലെങ്കിൽ അവിടുത്തെ കരമല്ല നമ്മിൽ പ്രഹരമേൽപ്പിച്ചത്. അത് നമുക്ക് യാദൃശ്ചികമായി സംഭവിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ആളുകൾ അപ്രകാരം ചെയ്തു. അവർ 2 കറവ പശുക്കളെ എടുത്ത് അവയെ വണ്ടിയിൽ ബന്ധിച്ചു. അവയുടെ കിടാങ്ങളെ കൂട്ടിൽ സൂക്ഷിച്ചു. കർത്താവിന്റെ പേടകവും സ്വർണത്തിന്റെ എലികളും തങ്ങളുടെ മുഴകളുടെ സാദൃശ്യങ്ങളും അടങ്ങിയ പെട്ടിയും വണ്ടിയിലേക്ക് വച്ചു. പശുക്കൾ ബത്ഷെമെശിലേക്കുള്ള മാർഗത്തിലൂടെ നേരെ വഴി നടന്നു. അവ നടന്നത് ഒരു പെരുവഴിയിലൂടെയാണ്. അവ അമറിക്കൊണ്ട് നടന്നു. ഇടം വലം തിരിഞ്ഞതുമില്ല. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ബേത്ഷെമെശ് അതിർത്തി വരെ അവയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ബേത്ഷെമെശുകാർ താഴ്വരയിൽ ഗോതമ്പ് വിള കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ കണ്ണുകൾ ഉയർത്തിയപ്പോൾ കണ്ടത് പേടകമാണ്. അത് കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു. ബേത്ഷെമെശുകാരനായ ജോഷുവയുടെ വയലിലേക്ക് വണ്ടി വന്നെത്തി. അവിടെ അത് നിന്നു. ഒരു വലിയ കല്ല് അവിടെ ഉണ്ടായിരുന്നു. വണ്ടിയുടെ പലകകൾ അവർ വെട്ടിക്കീറി പശുക്കളെ ഹോമയാഗമായി കർത്താവിന് സമർപ്പിച്ചു. കർത്താവിന്റെ പേടകവും അതോടൊപ്പം ഉണ്ടായിരുന്ന സ്വർണ്ണ ഉരുപ്പിടികൾ വച്ചിരുന്ന പെട്ടിയും ലേവായർ താഴെ ഇറക്കി ആ വലിയ കല്ലിലേക്ക് വച്ചു. അന്ന് ബേത്ഷെമെശ് പൗരന്മാർ കർത്താവിന് ഹോമയാഗങ്ങൾ അർപ്പിച്ചു, ബലികൾ സമർപ്പിക്കുകയും ചെയ്തു. 5 ഫിലിസ്ത്യ പ്രഭുക്കന്മാരും അത് കണ്ടു. അന്ന് തന്നെ അവർ എക്രോണിലേക്ക് മടങ്ങി. കർത്താവിന് പ്രാശ്ചിത്ത വസ്തുവായി ഫിലിസ്ത്യർ മടക്കിയ സ്വർണ്ണമുഴകൾ ഇവയാണ്: അഷ്ദോദിന് 1, ഗാസായ്ക്ക് 1, അഷ്കലോന് 1, ഗത്തിന് 1, എക്രോണിന് 1. കോട്ട നഗരം മുതൽ കർഷക ഗ്രാമം വരെ 5 പ്രഭുക്കന്മാർക്കുണ്ടായിരുന്ന എല്ലാ ഫിലിസ്തീൻ നഗരങ്ങളുടെയും സംഖ്യ അനുസരിച്ചാണ് സ്വർണ്ണ എലികൾ. കർത്താവിന്റെ പേടകം അവർ സ്വസ്ഥമാക്കിയ ആ വലിയ പുൽമേട് ബേത്ഷെമെശുകാരൻ ജോഷുവയുടെ വയലിൽ ഈ ദിവസം വരെയുണ്ട്. കർത്താവിന്റെ പേടകത്തിൽ നോക്കിയതിനാൽ ബേത്ഷെമെശ് പൗരന്മാരിൽ അവിടുന്ന് പ്രഹരമേൽപ്പിച്ചു. ജനത്തിൽ 70 പേരെ, 50,000 പേരെ അവിടുന്ന് വകവരുത്തി. കർത്താവ് ജനത്തിൽ കനത്ത പ്രഹരമേൽപ്പിച്ചതുകൊണ്ട് അവർ വിലപിച്ചു. ബേത്ഷെമെശ് പൗരന്മാർ പറഞ്ഞു, പരിശുദ്ധ ദൈവമായ ഈ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്ക് കഴിയും? നമ്മിൽ നിന്ന് ആരുടെ അടുത്തേക്ക് അവിടുന്ന് കയറിപ്പോകും? അവർ കിരിയാത് യയാറിൻ നിവാസികളോട് പറയാനായി ദൂതന്മാരെ അയച്ചു, ഫിലിസ്ത്യാക്കാർ കർത്താവിന്റെ പേടകം തിരിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ ഇറങ്ങി വന്ന് അത് നിങ്ങളുടെ പക്കലേക്ക് കൊണ്ടുപോയി കൊള്ളുവിൻ. സുഭാഷിതങ്ങൾ 25-ാം അധ്യായം. ഇവയും യൂദാ രാജാവായ ഹെസക്കിയായുടെ ആളുകൾ പകർത്തിവെച്ച സോളമന്റെ സുഭാഷിതങ്ങളാണ്. ഒരു കാര്യം നിഗൂഢമാക്കുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്, രാജാക്കന്മാരുടെ മഹത്വമോ ഒരു കാര്യം അന്വേഷിച്ചറിയുന്നതും. ഔന്നത്യം കൊണ്ട് ആകാശങ്ങളും അഗാധത കൊണ്ട് ഭൂമിയും, രാജാക്കന്മാരുടെ മനസ്സ് അന്വേഷണാതീതവും. വെള്ളിയിൽ നിന്ന് കിട്ടം നീക്കിയാൽ തട്ടാൻ പണിക്കുള്ള ഉരുപ്പടി പുറത്തുവരും. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടനെ നീക്കിയാൽ സിംഹാസനം നീതിയിൽ ഉറച്ചു നിൽക്കും. രാജസന്നിധിയിൽ വീമ്പിളക്കരുത്, ശ്രേഷ്ഠന്മാരുടെ സ്ഥാനത്ത് നിൽക്കുകയും അരുത്. ഇങ്ങോട്ട് കയറി വരൂ എന്ന് നിന്നോട് പറയുന്നതാണല്ലോ കുലീന സദസ്സിലെ നിന്റെ അവമതിയേക്കാൾ നല്ലത്. നിന്റെ കണ്ണുകൾ കണ്ടത് തിടുക്കത്തിൽ ഉന്നയിക്കാൻ നീ പുറപ്പെടരുത്. അതേ തുടർന്ന് നിന്റെ അയൽക്കാരൻ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നിനക്ക് ഒന്നും ചെയ്യാനാകാതെ വരും. അയൽക്കാരനുമായുള്ള നിന്റെ തർക്കം പറഞ്ഞു തീർക്കുക. മറ്റൊരു രഹസ്യം വെളിപ്പെടുത്തുകയല്ല വേണ്ടത്. കേൾക്കുന്നവൻ നിന്നെ അപകീർത്തിപ്പെടുത്താതിരിക്കട്ടെ, നിന്റെ ദുഷ്കീർത്തി തിരിച്ചെത്താതിരിക്കട്ടെ. യഥാവസരം സംസാരിക്കപ്പെടുന്ന വചനം വെള്ളിത്താലങ്ങളിലെ സ്വർണ്ണ ആപ്പിളുകളാണ്. ശ്രവിക്കുന്ന കാതിന്മേൽ ജ്ഞാനിയുടെ ശാസനം സ്വർണവളയവും തങ്കാഭരണവുമാണ്. വിശ്വസ്തനായ ദൂതൻ തന്നെ അയച്ചവർക്ക് കൊയ്ത്തുകാലത്തെ മഞ്ഞിന്റെ തണുപ്പ് പോലെയാണ്. അവൻ തന്റെ യജമാനന്മാരുടെ ജീവൻ തിരിച്ചു നൽകുന്നു. വ്യാജധർമ്മദാനത്തിൽ സ്വയം പ്രശംസിക്കുന്നവനുണ്ട്. മേഘങ്ങളും കാറ്റും ഉണ്ടായിട്ടും മഴയില്ലാത്ത സ്ഥിതി. ദീർഘക്ഷമ കൊണ്ട് ഒരു ഭരണാധികാരി വശംവദനാകും. മൃദുലമായ നാവ് എല്ല് തകർക്കും. തേൻ കിട്ടിയാൽ നിന്റെ ആവശ്യത്തിന് കുടിക്കുക. ചെടിപ്പ് തോന്നി നീ അത് ഛർദ്ദിക്കാതിരിക്കട്ടെ. നിന്റെ അയൽക്കാരന്റെ വീട്ടിൽ നിന്റെ കാൽവയ്പ് അപൂർവമാക്കുക. അവൻ നിന്നെ മടുത്ത് വെറുക്കാതിരിക്കട്ടെ. അയൽക്കാരനെതിരായി വ്യാജസാക്ഷ്യം ബോധിപ്പിക്കുന്നവൻ
ഗദയോ വാളോ കൂരമ്പോ പോലെയാണ്. ഒടിയുന്ന പല്ല്, മുടന്തുന്ന കാല്, അതുപോലെയാണ് ആപത്കാലത്ത് അവിശ്വസ്തനിലുള്ള ആശ്രയം. വിഷാദ മനസ്കിന് വേണ്ടി പാട്ടുകൾ പാടുന്നവൻ തണുപ്പുകാലത്ത് വസ്ത്രം ഉപേക്ഷിക്കുന്നവനാണ്. ക്ഷാരലവണത്തിൽ വിനാഗിരി ചേർക്കുന്നവനാണ്. നിന്റെ വിദ്വേഷിക്ക് വിശക്കുന്നെങ്കിൽ അവനെ ഭക്ഷണം കഴിപ്പിക്കുക, ദാഹിക്കുന്നെങ്കിൽ അവനെ ജലം കുടിപ്പിക്കുക. തീർച്ചയായും നീ അവന്റെ തലയിൽ തീക്കനൽ കൂന കൂട്ടുകയാണ്. കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. വടക്കൻ കാറ്റ് മഴയെ ചുഴറ്റി വരുത്തുന്നു. ഏഷണയുടെ നാവ് രോഷമാർന്ന മുഖത്തെയും കലഹിക്കുന്ന ഭാര്യയെയും വിശാല ഭവനത്തെയും കാൾ മെച്ചം തട്ടിൻപുറത്തിന്റെ ഒരു കോൺ പറ്റിയുള്ള താമസമാണ്. വരണ്ട തൊണ്ടയിൽ ശീതജലമാണ് അകലത്തെ നാട്ടിൽ നിന്നുള്ള നല്ല വർത്തമാനം. കലക്കപ്പെട്ട നീർച്ചോല, മലിനമായ ഉറവ, അതുപോലെയാണ് ദുഷ്ടന്റെ മുമ്പിൽ വഴങ്ങുന്ന നീതിമാൻ. തേൻ അധികം ഭക്ഷിക്കുന്നത് നന്നല്ല, സ്വന്തം മഹത്വം തേടുന്നത് മഹത്വമല്ല. തന്റെ അഭിനിവേശത്തിന് നിയന്ത്രണമില്ലാത്തവൻ മതിലില്ലാത്ത ഭേദിക്കപ്പെട്ട നഗരമാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ കാണിക്കയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയുംക്കാൾ കൂടുതൽ ഇട്ടിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് കാണിക്കയിട്ടു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും ഇട്ടിരിക്കുന്നു. ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിശേഷപ്പെട്ട കല്ലുകളാലും കാഴ്ച വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന ദിനങ്ങൾ വരുന്നു. അവർ അവനോട് ചോദിച്ചു, ഗുരു, ഇവ എപ്പോഴായിരിക്കും? ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിന്റെ അടയാളം എന്താണ്? അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ അനേകർ അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എന്റെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. യുദ്ധങ്ങളെയും കലാപങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല. അവൻ തുടർന്നു, ജനത ജനതയ്ക്കെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉയരും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സെനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. ഇത് നിങ്ങൾക്ക് സാക്ഷ്യത്തിനുള്ള അവസരമായിരിക്കും. എന്തുത്തരം കൊടുക്കണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർത്തു പറയാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. മാതാപിതാക്കന്മാരാലും സഹോദരന്മാരാലും ബന്ധുക്കളാലും മിത്രങ്ങളാലും നിങ്ങൾ ഒറ്റിക്കൊടുക്കപ്പെടും. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. എന്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും വെറുക്കും. എങ്കിലും നിങ്ങളുടെ ഒരു തലനാഴിര പോലും നശിച്ചു പോവുകയില്ല. നിങ്ങളുടെ ഉറച്ചു നിൽപ്പിലൂടെ നിങ്ങൾ ജീവൻ നേടും. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ വിജനാവസ്ഥ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. നഗരത്തിലുള്ളവർ അവിടം വിട്ടു പോകട്ടെ. ഗ്രാമങ്ങളിലുള്ളവർ അതിലേക്ക് പ്രവേശിക്കാതിരിക്കട്ടെ. കാരണം എഴുതപ്പെട്ടിരിക്കുന്നവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിനങ്ങളാണവ. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്റെ മേൽ വലിയ ക്രോധവും ഉണ്ടാകും. അവർ വാളിന്റെ വായ്ത്തലയേറ്റു വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. ജനതകളുടെ സമയം പൂർത്തിയാകുന്നതുവരെ അവരാൽ ജെറുസലേം ചവിട്ടിമെതിക്കപ്പെടും. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.